നെക്സ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ലാർജ് സാമ്പിൾ ടെസ്റ്റ്. The statistical test may be grouped into two, that is large sample test and small sample test. Statistical test may be grouped into two. First one large sample test and second one small sample test. For small sample test, the exact sampling distribution of the test statistic will be known. Small sample test നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ the exact sampling distribution of the test statistic, അതായത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ. ഇൻ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലേസ് കീ റോൾ ആൻഡ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫേമസ് സെൻട്രൽ ലിമിറ്റ് തിയറം. അതായത് ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ സ്റ്റാറ്റിസ്റ്റിക് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക. അതായത് നമുക്ക് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ n ലാർജ് ആവുന്ന കേസിൽ നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും n ലാർജ് ആവുന്ന കേസിൽ ഒന്നുകിൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് വെൻ ദ സാമ്പിൾ സൈസ് ഇസ് ലാർജ് മോസ്റ്റ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ നോർമലി ഓർ അറ്റ്ലീസ്റ്റ് അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. അപ്പോൾ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. That is, let y be a statistic satisfying the conditions of the central limit theorem. ഓക്കെ, അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ y എന്ത് ഫോളോ ചെയ്യുമെന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് y be a statistic satisfying the conditions of the central limit theorem. Then the statistic given by z is equal to y minus expectation of y divided by root of variance of y. അതായത് root of variance of y എന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒരു സാധനത്തിന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മീനും കൊണ്ട് മൈനസ് ചെയ്യുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തത്. z is equal to y minus expectation of y divided by root of variance of y follows normal distribution n01, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ലാർജ് n. നമുക്കറിയാവുന്ന കാര്യമാണ്. y മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എന്ന് പറഞ്ഞില്ലേ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ വൈനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ z ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ z ഇസ് ഈക്വൽ ടു y മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് y അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോളോസ് n01 ഫോർ ലാർജ് n. ഹിയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് y ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എറർ ഓർ സ്റ്റാൻഡേർഡ് എറർ ഓഫ് y. And if z is chosen as the test statistic, z ആണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എങ്കിൽ the critical region for a given significance level can be determined from normal table. അതായത് z ആണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എങ്കിൽ നമുക്കൊന്ന് നോർമൽ ടേബിളിൽ നിന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ കാണുക. ദ ടെസ്റ്റ് ബേസ്ഡ് ഓൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് നോർമൽ ടെസ്റ്റ് ഓർ z ടെസ്റ്റ്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ഉള്ളതെങ്കിൽ അതിന് നോർമൽ ടെസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ z ടെസ്റ്റ് എന്ന് പറയും. z സ്റ്റാൻഡേർഡ് നോർമലിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ടു എക്സ്പ്ലെയിൻ ദ ടെർമിനോളജി ലെറ്റ് us കൺസിഡർ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ടെസ്റ്റ് ബേസ്ഡ് ഓൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് നോർമൽ ടെസ്റ്റ് ഓർ z ടെസ്റ്റ്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് എങ്കിൽ നോർമൽ ടെസ്റ്റാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് z എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ z ടെസ്റ്റ് അല്ലെങ്കിൽ നോർമൽ ടെസ്റ്റ് എന്ന് പറയും. ആൻഡ് ടു എക്സ്പ്ലെയിൻ ദിസ് ടെർമിനോളജി ലെറ്റ് us കൺസിഡർ എ സിറ്റുവേഷൻ ഇൻ വിച്ച് വി വാണ്ട് ടു ടെസ്റ്റ് നൾ ഹൈപ്പോത്തസിസ് h0 such that theta equal to theta naught against h1 such that theta naught equal to theta naught. അപ്പോൾ ടെസ്റ്റ് പ്രൊസീജിയർ പറയാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നു. നൾ ഹൈപ്പോത്തസിസ് h0 such that theta equal to theta naught ആൻഡ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് h1 such that theta not equal to theta naught. And since it appears reasonable to accept the null hypothesis, when our point estimate theta cap of theta is close to theta naught, and to reject it when theta cap is much larger or much smaller than theta naught. That is, to accept the null hypothesis when our point estimate theta cap of theta is close to theta naught, and reject it when theta cap is much larger or much smaller than theta naught. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന
തീറ്റ ക്യാപ്പ്, തീറ്റേൻ്റെ എസ്റ്റിമേറ്റ് വാല്യൂ തീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് തീറ്റ നോട്ടിന് ഈക്വൽ ആണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. ആൻഡ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ട് അല്ലെങ്കിൽ ലെസ് ദാൻ തീറ്റ നോട്ട് ആണെങ്കിൽ അത് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. കാരണം നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ടാണ്. ഓക്കെ. ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് തീറ്റ നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ടാണ്. അതെന്തൊക്കെയാവാന്ന് വെച്ചാൽ തീറ്റ ലെസ് ദാൻ തീറ്റ നോട്ട് ആവാം, നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ആവാം, അല്ലെങ്കിൽ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ട് ആവാം. ഓക്കെ. ആൻഡ് ഇറ്റ് വുഡ് ബി ലോജിക്കൽ ടു let the critical region consist of both tails of the sampling distribution of our test statistics. Such a test is referred to as a two-tailed test or two-sided test. അതായത് ഇപ്പം തീറ്റ നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ട് എന്ന് പറയുന്ന കണ്ടീഷനാണല്ലോ. അപ്പോൾ തീറ്റ നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ എന്തൊക്കെ വരാം? തീറ്റ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ തീറ്റ ലെസ് ദാൻ തീറ്റ നോട്ടായിരിക്കണം, അല്ലെങ്കിൽ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ടായിരിക്കണം. അപ്പോൾ രണ്ട് കണ്ടീഷൻ വരും. അപ്പം ആ ടെസ്റ്റ് നമ്മൾ പറയുന്നത് ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയും. ആൻഡ് ഇറ്റ് വുഡ് ബി ലോജിക്കൽ ടു ടെസ്റ്റ് ലെറ്റ് ദ critical region consists of both the tails of the sampling distribution of a test statistic. Such a test is referred to as two-tailed test or two-sided test. On the other hand, if we are testing the null hypothesis H0 says that theta equal to theta naught against one-sided alternative H1 says that theta less than theta naught, it would seem reasonable to reject H0 only when theta cap is much smaller than theta naught. അപ്പോൾ ഇവിടെ പറയുന്നത് H0 says that theta equal to theta naught ആണെങ്കിൽ theta equal to theta naught against, അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് against the one-sided alternative hypothesis H1 such that theta less than theta naught. അപ്പോൾ ഒരൊറ്റ കണ്ടീഷനേ ഇവിടെ പറയുന്നുള്ളൂ, തീറ്റ ലെസ് ദാൻ തീറ്റ നോട്ട് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതെന്താണ്? വൺ സൈഡഡ് ടെസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ റിജക്റ്റ് ചെയ്യുക, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുക എപ്പോഴാണ്? തീറ്റ ലെസ് ദാൻ തീറ്റ നോട്ട് ആവുന്ന സമയത്ത് മാത്രമേ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെന്താണ്? വൺ സൈഡഡ് ടെസ്റ്റ്. ആൻഡ് അനദർ വൺ സൈഡഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ട് ആവുന്ന സമയത്ത്. അപ്പോൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ട് ആവുന്ന കേസിൽ മാത്രമേ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യൂ. അപ്പോൾ ഇതും ഒരു വൺ സൈഡഡ് ടെസ്റ്റാണ് ഇങ്ങനെ എടുക്കുമ്പോൾ. അപ്പോൾ അത് എച്ച് നോട്ട് സെസ് ദ തീറ്റ ലെസ് ദാൻ തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് എഗെയിൻസ്റ്റ് വൺ ആൾട്ടർനേറ്റീവ് എച്ച് വൺ സെസ് ദ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ട്. ആൻഡ് ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് ടെസ്റ്റാണ്. ടു ടൈൽഡ് അല്ലെങ്കിൽ ടു സൈഡഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ട് എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വരുമ്പോഴാണ്. കാരണം തീറ്റ നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കേസസ് വരുന്നുണ്ട്. ഒന്നുകിൽ തീറ്റ ലെസ് ദാൻ തീറ്റ നോട്ട് ആവാം, അല്ലെങ്കിൽ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ട് ആവാം. അപ്പോഴാണ് അത് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. അപ്പോൾ അതെന്താണ്? ടു സൈഡഡ് ടെസ്റ്റ്. അവിടെ രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട്. തീറ്റ ലെസ് ദാൻ ആണെങ്കിലും റിജക്റ്റ് ചെയ്യും, തീറ്റ ഗ്രേറ്റർ ദാൻ ആണെങ്കിലും റിജക്റ്റ് ചെയ്യും. കാരണം രണ്ടും നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ടാണ്. അപ്പോൾ അത് ടു സൈഡഡ് ടെസ്റ്റാണ്, അല്ലെങ്കിൽ ടു ടൈൽഡ് ടെസ്റ്റാണ്. ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ എടുത്ത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, തീറ്റ ലെസ് ദാൻ തീറ്റ നോട്ട്. അപ്പോൾ വൺ സൈഡഡ് ടെസ്റ്റ്. ആൻഡ് ഇവിടെ അതേപോലെ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ നോട്ട്, വൺ സൈഡഡ് ടെസ്റ്റ്. ഓക്കെ. Next, any test where the critical region consists only one tail of the sampling distribution of the test statistics is called a one-tailed test. Particularly, they are called left-tailed and right-tailed test respectively. രണ്ട് ടൈൽഡ് ഉണ്ടാവും, രണ്ട് ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ, ടു ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ടൈലും റൈറ്റ് ടൈലും ഉണ്ടാവും. ആൻഡ് വൺ സൈഡഡ് ടെസ്റ്റ് ആണെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റ് ടൈൽ അല്ലെങ്കിൽ റൈറ്റ് ടൈൽ. ഓക്കെ. Any best critical regions of Z test. To test H0 says that theta equal to theta naught against H1 says that theta less than theta naught, അല്ലെങ്കിൽ theta greater than theta naught, അല്ലെങ്കിൽ theta not equal to theta naught. For the significance level alpha, the best critical regions are respectively. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഒമേഗ ഈസ് ഈക്വൽ ടു Z ലെസ് ദാൻ മൈനസ് Z ആൽഫ, അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു Z ഗ്രേറ്റർ ദാൻ Z ആൽഫ, അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Z ആൽഫ ബൈ 2. Omega Z less than minus Z alpha and Z greater than Z alpha, അല്ലെങ്കിൽ Z mod Z greater than or equal to Z alpha by 2. For example, when alpha equal to 0.05, the best critical regions are respectively omega equal to, നമുക്കറിയാം 0.05 ആവുന്ന സമയത്ത് എന്താണ്? Z less than minus 1.645,
z greater than 1.645 and omega equal to mod z greater than or equal to 1.96 z alpha by 2. അപ്പോൾ ഈ സാധനം നമുക്ക് ടേബിൾ നോക്കി പറയാനറിയാം. മുന്നേ നോർമൽ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്രാഫ് വരച്ചത് കാണാം. ആൽഫ ഈക്വൽ ടു 0.05, ആൽഫ ഈക്വൽ ടു 0.05 ആവുന്ന സമയത്ത് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഒമേഗ ഈക്വൽ ടു z ലെസ് ദാൻ മൈനസ് 1.645. അപ്പോൾ ഈ 0.05 എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഗ്രാഫിൽ കാണാം. അപ്പോൾ -∞ ടു -1.645 z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻറ്റും കാണാം, +∞ കാണാം. നോക്കുന്നത് നിങ്ങൾക്കറിയാം, അതായത് സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കേസിൽ പഠിച്ചതാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത്. ഇത്രയാണ്. ആൽഫ ഈക്വൽ 0.05 ആവുന്ന സമയത്ത് ക്രിട്ടിക്കൽ റീജിയൻ ഒമേഗ ഈക്വൽ ടു z ലെസ് ദാൻ -1.645 ആവാം, അല്ലെങ്കിൽ z ഗ്രേറ്റർ ദാൻ 1.645 ആവാം, അല്ലെങ്കിൽ മോഡ് z ഗ്രേറ്റർ ദാൻ 1.96. അതായത് രണ്ട് ടൈൽഡ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് ടൈൽഡാണ്, z ലെസ് ദാൻ -1.645. ഇത് റൈറ്റ് ടൈലാണ്, അതായത് z ഗ്രേറ്റർ ദാൻ 1.645 എന്ന് പറയുന്നത്. ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റിൽ എന്താണ്, മോഡ് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 ആണ്. മോഡ് z ആണ് ടു ടൈൽഡിൻ്റെ കേസിൽ വരും. അപ്പോൾ 1.96 ആണ്. അപ്പോൾ 0.025 രണ്ട് സൈഡിലുമായിട്ട്, അതായത് 0.05 ആണ് ഏരിയ ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അത് രണ്ട് ടൈലാക്കി മാറ്റുമ്പോൾ നമുക്ക് 0.025ഉം 0.025ഉം വരും. അപ്പോൾ 0.025ൽ 1.96 ആണ് സെറ്റിൻ്റെ വാല്യൂ. ടേബിൾ നോക്കിയാൽ അറിയാം. അതേപോലെ ഇവിടെ z ഗ്രേറ്റർ ദാൻ 1.645 എന്ന് പറയുമ്പോൾ 1.645 ടു ഇൻഫിനിറ്റിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ 0.05. അതേപോലെ തന്നെ ഇവിടെയും z ലെസ് ദാൻ -1.645ൽ 0.05 ആണ് ലെഫ്റ്റ് ടൈൽഡ് വരുന്നത്. ആൻഡ് ആൽഫ ഈക്വൽ ടു 0.01ൽ ലെഫ്റ്റ് ടൈൽഡിൽ വരുമ്പോൾ 0.0501 -2.236 ആണ് വരിക. റൈറ്റ് ടൈൽഡിൽ 0.01 ആണ്, അപ്പോൾ അത് 2.236 ആണ് വരിക. 0.01 അതിന് ടു ടൈൽഡ് ടെസ്റ്റ് ആവുന്ന സമയത്ത് മോഡ് z ഗ്രേറ്റർ ദാൻ 2.58 ആണ്. അതായത് 0.01 അല്ലേ, ആ 0.01നെ നമുക്ക് രണ്ട് ഏരിയ ആക്കി മാറ്റുമ്പോൾ 0.005 0.005 ലെഫ്റ്റും റൈറ്റിലും വരും. അപ്പോൾ 0.005ൽ സെഡിൻ്റെ വാല്യൂ ടേബിൾ നോക്കി നമുക്ക് -2.58ഉം 2.58ഉം ആയിട്ട്, അപ്പോൾ അത് അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കാണുന്നത്, സെഡിൻ്റെ വാല്യൂസ് കാണുന്നത്. ഓക്കെ, ഇനി 0.02ലും അതേപോലെ തന്നെയാണ്. 0.02 എന്ന് പറയുന്ന ലെഫ്റ്റിലുള്ള ഏരിയ, അപ്പോൾ അവിടെ വരിക -2.055ഉം റൈറ്റിലുള്ള ഏരിയ 0.02ഉം ഒരു ടൈലാണ്. അപ്പോൾ 0.02 എന്ന് പറയുന്ന ഒരു ഏരിയ, രണ്ട് ടൈൽ വരുമ്പോൾ 0.02 രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ 0.01ഉം 0.01ഉം ലെഫ്റ്റിലും റൈറ്റിലും വരും. എന്നിട്ട് -2.236ഉം 2.236ഉം വരും.